Good morning, good morning, everyone. So, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ എന്റെ സൗണ്ട് കേൾക്കാമോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സിന്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആകെ ഒരു ചാപ്റ്ററും പിന്നെ കുറച്ച് മ്യൂച്വൽ ഫണ്ടിന്റെ തിയറി മാത്രമേ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ആണ്. നിങ്ങളുടെ CMA സെക്ഷൻ ഡി തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ചാപ്റ്റർ ആണ് ഈ പറയുന്ന ഫൈനാൻഷ്യൽ ടോപ്പിക് ആണ്. ചാപ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ടോപ്പിക് ആണ് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെന്റ് ഇൻ ഇന്റർനാഷണൽ ഓപ്പറേഷൻ. അപ്പൊ ഇതിൽ കാര്യമായിട്ട് പഠിക്കുന്നത് ഫോറിൻ കറൻസി സ്വാപ്പും ഫോറിൻ കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ജസ്റ്റ് കുറച്ച് ബേസിക് ആയിട്ടുള്ള തിയറി നമ്മൾ പഠിക്കുന്നു, പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള തിയറി. അപ്പൊ എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മുടെ ഷെയർ മാർക്കറ്റ് പോലെ, മണി മാർക്കറ്റ് പോലെ തന്നെ ഒരു മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. ആ മാർക്കറ്റ് ഫോറക്സിന്റെ മാർക്കറ്റ് ആണ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ അല്ലെങ്കിൽ കറൻസി മാർക്കറ്റ് ആണ്. അപ്പൊ ഈ മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കറൻസിയിൽ ട്രേഡ് ചെയ്യാം, കറൻസി എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കറൻസിയിൽ ട്രേഡും ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ ഫംഗ്ഷൻ? ഒന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുക, കറൻസി കൺവേർട്ട് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പി ഉണ്ട്, നിങ്ങൾ ടൂർ പോവാണ്, നിങ്ങൾക്ക് ഡോളർ വേണം. അപ്പോൾ ഫോറിൻ മാർക്കറ്റിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് എന്ത് വാങ്ങിക്കാം? US കറൻസി വാങ്ങിക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ക്രെഡിറ്റ് ഫംഗ്ഷൻ. ഫോറിൻ മാർക്കറ്റ് പ്രൊവൈഡ്സ് ക്രെഡിറ്റ് വിച്ച് ഫെസിലിറ്റേറ്റ്സ് ഇന്റർനാഷണൽ ട്രേഡ്. ലോൺ ഫോറിൻ കറൻസിയിൽ ലോൺ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഹെഡ്ജിങ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് അറിയാം, ഹെഡ്ജിങ് ഫംഗ്ഷന് റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് ഇന്റർനാഷണൽ കറൻസിയിലൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മളൊരു സെല്ലറാണ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെല്ലാണ് ചെയ്യുന്നത്. സെല്ല് ചെയ്യുമ്പോൾ മിക്കവാറും നമുക്ക് ഫോറിൻ കൺട്രിയിലാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ ഫോറിൻ കറൻസി കിട്ടും. അപ്പോൾ ഫോറിൻ കറൻസി കിട്ടുമ്പോൾ നമുക്ക് അവിടെ ഒരു റിസ്ക് ഉണ്ട്. ചിലപ്പോൾ ഫോറിൻ കറൻസി ഒക്കെ കിട്ടുന്നത് കുറച്ച് മന്ത് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഫോറക്സിന്റെ റേറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് നമ്മളെ എഫക്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെഡ്ജ് ചെയ്യണം. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ്, ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ ഫോറിൻ മാർക്കറ്റ് ആണെങ്കിലും നമ്മൾ അധികം മാർക്കറ്റിലൊന്നും പോയിട്ടല്ല വാങ്ങിക്കുക. അത് അങ്ങനെ ഒരു ഷെയർ മാർക്കറ്റ് പോലെ ഒരു മാർക്കറ്റ് ഇല്ല. ഇതിനും ബാങ്കിങ് കമ്പനീസ് ഉണ്ടാവും, അവർ ത്രൂ ആണ് നമ്മൾ നോക്കുക. അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട്സ് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡേഴ്സ് ഉണ്ട്. യെസ്, ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡേഴ്സ് ഉണ്ട്. ഷെയർ മാർക്കറ്റ് പോലെ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പോലെ ഫോറിൻ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പ്യുവർലി സ്പെക്യുലേറ്റീവ് പർപ്പസ് ആണ് ഊഹക്കച്ചവടം, ഡേ ട്രേഡിംഗ്. നോൺ ബാങ്കിങ് ഫോറിൻ എക്സ്ചേഞ്ച് കമ്പനീസ് ഉണ്ട്. നോൺ ബാങ്കിങ് കമ്പനീസ് ഫോറിനിലുള്ള കമ്പനി, ബാങ്ക് അല്ലാത്ത ഇത്. മണി ട്രാൻസ്ഫർ ഓർ റെമിറ്റൻസ് കമ്പനി, UA എക്സ്ചേഞ്ച് പോലെ, മണി ഗ്രാം ഒക്കെ പോലെയുള്ള മണി ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പനീസ്. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഫേംസ്. കമ്പനീസ് മാനേജിങ് ഫ്രോഡ് അല്ല, ഫണ്ട്സ് ആണ്, ഒന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട, പ്രോബ്ലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ടേംസ് ഉണ്ട്, അതെന്താണെന്ന് അറിയണം. സ്പോട്ട് റേറ്റ് നമുക്ക് തന്നെ അറിയാം, നിങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ പഠിച്ച പോലെ തന്നെ. സ്പോട്ട് എന്ന് പറഞ്ഞാൽ കറന്റ്ലി നമ്മൾ ഷെയർ മാർക്കറ്റിലായിരുന്നു സ്പോട്ട് റേറ്റ് ഇത്രയും കാലം പറഞ്ഞത്. ഷെയറിന്റെ പ്രൈസ് നോക്കണം, ഇപ്പോഴത്തെ പ്രൈസ്. അതൊന്നും മാറ്റിയിട്ട് ഫോറിൻ കറൻസിന്റെ റേറ്റ് നോക്കണം, ഇപ്പോഴത്തെ റേറ്റ്. റേറ്റ് അറ്റ് വിച്ച് കറൻസീസ് ക്യാൻ ബി എക്സ്ചേഞ്ച് ഫോർ ഇമ്മീഡിയറ്റ് സെറ്റിൽമെന്റ്. റൈറ്റ് നൗ എത്രയാണ് ഈ ഫോറിൻ കറൻസിയുടെ റേറ്റ്, അതാണ് സ്പോട്ട് റേറ്റ്. ഫോർവേഡ് റേറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം, ഷെയർ മാർക്കറ്റിൽ ഷെയറിന്റെ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഫോർവേഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫോർവേഡ് റേറ്റിൽ പറഞ്ഞിരിക്കുന്ന, ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന റേറ്റ് സ്പെസിഫൈഡ് ആയിരിക്കും ഫ്യൂച്ചറിലെ റേറ്റ്. എഗ്രീഡ്, ഇന്ന് നമ്മൾ എഗ്രി ചെയ്യും ഫോർ ദി കൺവേർഷൻ ഓഫ് കറൻസി ഇൻ ഫ്യൂച്ചർ റേറ്റ്. എഗ്രി ടുഡേ ആണ്, ഇന്നാണ് നമ്മൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇന്ന് തന്നെ പറയും, ഐ വിൽ ബൈ ഓർ ഐ വിൽ സെൽ ആഫ്റ്റർ 3 months അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. അപ്പൊ ഫ്യൂച്ചർ ഡേറ്റിലാണ് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് കോട്ട് എന്ന് പറഞ്ഞാൽ
It is the expression of exchange rate where amount of home currency is shown in terms of 1 unit. It is the expression of exchange rate where amount of home currency is shown. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാറുണ്ട്. ഒരു രൂപ 1 rupee rupees 1 equal to 18 അല്ലെങ്കിൽ 20 UAE dirham ആണെന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ rupees 1 equal to 75 ഡോളർ എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് കോട്ട്. നമ്മുടെ ഹോം കറൻസി ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ന് പറയുന്നു എത്രയാണ് ഫോറിൻ കറൻസി. നമ്മുടെ ഒരു ഹോം കറൻസി, നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പി എത്രയാണ്, എത്ര ഫോറിൻ ഡോളേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ കറൻസിക്ക് ഈക്വലന്റ് ആണ്. സോറി, ഒരു ഇന്ത്യൻ റുപ്പിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഫോറിൻ കറൻസി കിട്ടും. നെക്സ്റ്റ്, ഇൻഡയറക്റ്റ് കോട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ എന്ത് പറയും? ഒരു US ഡോളർ ഈക്വൽ ടു 0.001, 1 rupee ഈക്വൽ ടു, സോറി ഇത് തിരിച്ചാണേ, ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു ഇതുണ്ട്, തിരിച്ച് $1 ഈസ് ഈക്വൽ ടു ₹70. ഇതാണ് ഡയറക്റ്റ് കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞതൊന്ന് എഴുതിയത് തെറ്റിയിട്ടുണ്ട്. 1 US ഡോളർ ഈക്വൽ ടു 70 INR, അല്ലെങ്കിൽ 1 dirham ഈക്വൽ ടു 18 അല്ലെങ്കിൽ 20 INR എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന അതിനെ പറയുന്ന പേരാണെന്ത്? ഹോം കറൻസിയിൽ പറയുന്നതാണ്. ഹോം കറൻസിയിൽ എത്രയാണ് ഈക്വലന്റ് എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് കോട്ട്. ഇൻഡയറക്റ്റ് കോട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. 1 rupee ഈക്വൽ ടു എത്ര US ഡോളർ ആണെന്ന് പറയുന്നതാണ്. 0.01142 എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഇൻഡയറക്റ്റ് കോട്ട്. ഓക്കെ, അമേരിക്കൻ കോട്ട് ഉണ്ട്. അമേരിക്കൻ കോട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1 rupee ഈസ് ഈക്വൽ ടു 0.042 അമേരിക്കൻ കോട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോട്ടിന് പറയുന്ന വേറൊരു പേരാണ്. ഇറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് വെയർ എമൗണ്ട് ഓഫ് ഡോളർ ഈസ് ഷോൺ ഇൻ ടേംസ് ഓഫ് 1 യൂണിറ്റ് ഓഫ് എനി കറൻസി. ഡോളർ ആ കറൻസിയിലാവുകയാണെങ്കിൽ എത്രയാണ്. യൂറോപ്യൻ കോട്ട്, ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് എനി കറൻസി ഈസ് ഷോൺ ഇൻ ടേംസ് ഓഫ് 1 യൂണിറ്റ് ഓഫ് ഡോളർ. ഫോർ എക്സാമ്പിൾ, $1 ഈസ് ഈക്വൽ ടു ₹70 ഈസ് യൂറോപ്പ് കോട്ട് എന്ന് പറഞ്ഞാൽ, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ യൂറോപ്യൻ കോട്ട് ഡയറക്റ്റ് കോട്ടാണ്, അമേരിക്കൻ കോട്ട് ഇൻഡയറക്റ്റ് കോട്ടാണ്. കറൻസി ആർബിട്രേജ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കറൻസി ആർബിട്രേജ്? നിങ്ങൾക്ക് മനസ്സിലാവും. ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കറൻസി ആർബിട്രേജ് ഈസ് എ സിറ്റുവേഷൻ വേർ ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിഡ് ആൻഡ് ആസ്ക് റേറ്റ് ഓഫേർഡ് ബൈ ഡിഫറെന്റ് ബ്രോക്കേഴ്സ്. അപ്പോൾ എന്താണ് ബിഡ് റേറ്റ് എന്ന് പഠിക്കണം, എന്താണ് ആസ്ക് റേറ്റ് എന്ന് പഠിക്കാനുണ്ട്, നമ്മൾ പഠിക്കും. ബിഡിലും ആസ്കിലും ഉള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ്, ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന സമയത്ത് ആ സിറ്റുവേഷൻ ആണ് നമ്മൾ എന്താ പറയാ, കറൻസി ആർബിട്രേജ്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് ആർബിട്രേജ് ആണ്. ഓക്കെ, ഇത് നിങ്ങളുടെ എക്സാമിനേഷന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവരുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ആർബിട്രേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിസൈഡ് വെദർ ആർബിട്രേജ് ക്യാൻ ബി ഡൺ ഓർ നോട്ട്. It can be decided with the help of interest rate parity. Interest rate parity. അപ്പോൾ ഫോർമുല ഒന്ന് നോക്കൂ. ഫോർവേഡ് റേറ്റ് ഡിവൈഡഡ് ബൈ സ്പോട്ട് റേറ്റ് ഈക്വൽ ടു 1 പ്ലസ് ഹോം കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ദാറ്റ് പീരിയഡ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഫോറിൻ കറൻസി ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് ദാറ്റ് പീരിയഡ്. അതാണ് നിൽക്കട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റെപ്പ്, ഇത് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് 2 ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്താ നോക്കുന്നത്? ഹോം കറൻസി ഇൻട്രസ്റ്റ് റേറ്റും ഫോറിൻ കറൻസി ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പൊ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാണ്. സിമ്പിൾ എക്സാമ്പിൾ നമ്മളിങ്ങനെ നോക്കി, നമ്മൾ ലോൺ എടുക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ലോൺ എടുക്കാൻ ശ്രമിച്ചപ്പോൾ US ഡോളറിൽ, കൺട്രി USA ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് വെറും 2% ഉള്ളൂ. നമ്മൾ നോക്കിയപ്പോൾ അത് ഇന്ത്യയിൽ, ഇതൊക്കെ മൾട്ടിനാഷണൽ കമ്പനീസ് ചെയ്യുന്നതാണ്, ഇന്ത്യയിൽ ഈ പറയുന്ന ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 10% എന്ത് വേണം? എമൗണ്ട് കൊടുക്കണം.
ഇപ്പോൾ ഇതൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്, നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ എവിടെയാണ് ലോൺ എടുക്കുക? ഒന്ന് കോമൺ സെൻസ് ആയിട്ട് പറഞ്ഞേ. ഏത് കൺട്രിയിൽ പോയിട്ട് ലോൺ എടുക്കും? അമേരിക്കയിൽ പോയിട്ട് നിങ്ങൾ ലോൺ എടുക്കും അല്ലേ? അമേരിക്കയിൽ പോയിട്ട് നിങ്ങൾ ലോൺ എടുക്കും. അപ്പോൾ ഫൈൻഡ് ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വിച്ച് ഈസ് ലോവർ. ഇപ്പോൾ നമ്മുടെ കേസിൽ USA. Borrow money in this market at the same currency and find interest payable on it for the amount of borrowed. Find the total value. എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കും? എത്രയാണ് അമേരിക്കയിൽ നമ്മൾ മണി ആയിട്ട് ബോറോ ചെയ്യും? ഡോളറിൽ. എന്നിട്ട് ഈ മാർക്കറ്റിൽ നമ്മൾ ഡോളറിൽ വാങ്ങിച്ചു ആൻഡ് ഇവിടെ കൊടുക്കേണ്ട നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് നോക്കണം? ഡോളറിൽ കൊടുക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ്, സെൽ ദ സെയിം കറൻസി ഇൻ അതർ മാർക്കറ്റ് where interest rate is higher after converting in any other currency at spot rate and find interest rate receivable on it. ഇനി ഇതൊന്നും വേണ്ട, കോമൺ സെൻസ്. നിങ്ങൾ ഒരു വലിയ മൾട്ടിനാഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങളൊരു വ്യക്തിയാണ്, മീൻസ് ഒരു എല്ലാ വേൾഡിലും ഒക്കെ പ്രസൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതല്ലെങ്കിൽ ഒരു ട്രേഡർ ആണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആളാണ്. നമ്മൾ പണ്ട് പഠിച്ചൊരു കാര്യമുണ്ട്. ആർബിട്രേജ് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ പണ്ട് മ്യൂച്വൽ ഫണ്ടോ ഫോർവേഡോ എടുക്കുന്ന സമയത്ത്, ഈ സെക്ഷൻ D സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗൂഡല്ലൂരിലെ ഒരു കേസും കേരളത്തിലെ കേസും പറഞ്ഞ്, ഗൂഡല്ലൂരിൽ നിന്ന് ബട്ടർ ഫ്രൂട്ട് കേരളത്തിൽ കൊണ്ടുവന്നാൽ ഗൂഡല്ലൂർ 2 രൂപയ്ക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ 2 രൂപ ഒരെണ്ണത്തിന് കിട്ടുന്നത്, അല്ലെങ്കിൽ കിലോ 25 കിട്ടുന്നത് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് 80, 100, 120, 150 രൂപ വരെ കിട്ടും. അതേപോലെ കേരളത്തിലെ ചക്ക ഒന്ന് ബോർഡർ കടന്ന് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ വളരെയധികം കൂടും. അപ്പൊ നിങ്ങൾ ആദ്യം തുടങ്ങിയത് ചക്കയിലും ബട്ടർ ഫ്രൂട്ടിലൊക്കെയാണ്. നിങ്ങൾ വളർന്ന് വലുതായി ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ മാറി ഇപ്പൊ കറൻസിയിൽ ഡീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ നോക്കിയപ്പോ അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് ലോവറാ, വെറും 2%. ഇന്ത്യയിൽ ഇത് 10%. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അമേരിക്കയിൽ ലോൺ എടുക്കാൻ തുടങ്ങി. അമേരിക്കയിൽ 1 കോടി രൂപക്ക് നിങ്ങൾ ലോൺ എടുത്തു. ഓക്കെ, അമേരിക്കയിൽ 1 കോടി രൂപക്ക് ലോൺ എടുത്തു. അപ്പോൾ 1 കോടി രൂപയ്ക്ക് നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? 2% ഇൻട്രസ്റ്റ് അമേരിക്കൻ ഡോളറിൽ കൊടുക്കുന്നു. ഈ 1 കോടി രൂപ ലോൺ എടുത്തതില്ലേ, നിങ്ങൾ വെറുതെ ചെയ്യുമെന്നല്ല. ഈ 1 കോടി രൂപ നിങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിങ്ങൾ ലോൺ എടുത്ത് കൊടുത്തു. ഇന്ത്യയിൽ നിങ്ങൾ ലോൺ കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഇൻകം കിട്ടും. എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടും? 10% ഇൻട്രസ്റ്റ് ഇൻകം കിട്ടും. അപ്പൊ നിങ്ങളുടെ പോക്കറ്റിൽ 10% ഇൻട്രസ്റ്റ് ഇൻകം കിട്ടി. പിന്നെ ഇതിന്ന് ഒരു 2% അങ്ങോട്ട് കൊടുത്തു. ബാക്കി എത്ര പെർസെന്റേജ് ഉണ്ട്? നിങ്ങളുടെ കയ്യിൽ 8% ഉണ്ട്. അപ്പൊ ഇതാണ് ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി പറയുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർബിട്രേജ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 1, ഫൈൻഡ് മാർക്കറ്റ് വേർ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ലോവർ. ബോറോ മണി ഇൻ ദിസ് മാർക്കറ്റ് at the same currency and find interest payable on it for borrowed amount. Find the total value. Second, invest. Sell the same currency in other market where interest rate is higher. പക്ഷെ ഡോളർ നമുക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അമേരിക്കയിലാകുമ്പോൾ നമുക്ക് 1 കോടി ഡോളറാ കിട്ടുക. ഹയർ ആഫ്റ്റർ കൺവേർട്ടിംഗ് ഇൻ അനദർ കറൻസി അറ്റ് സ്പോട്ട് റേറ്റ് ആൻഡ് ഫൈൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇറ്റ്. ആ ഡോളർ ഇന്ത്യൻ കറൻസി ആക്കി മാറ്റിയിട്ട് അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? ലോൺ കൊടുക്കുക ഇന്ത്യയിൽ. Convert amount receivable in currency in which amount was borrowed. Convert it with help of forward rate. Find the difference in amount compound under step number 3 and step number 1. This will be arbitrage gauge. അപ്പോൾ ഞാനൊരു 1 മിനിറ്റ് തരുന്നു. ആ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് വായിക്കൂ. ഓക്കെ, വായിച്ചോ. ഇപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് ആർബിട്രേജ് ഗെയിൻ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 എടുക്കുകയാണ്. ഡിസംബർ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
Following information is given. Spot rate rupees 64.0123. 180 days forward rate for $1 rupees 64.9120. Annualized interest rate for 6 months 12%. Annualized interest rate for 6 months $, 8%. So 12 8. Does any arbitrage opportunity exist? Discuss a sequence of activities for gain using 1000 units of currency and compute gains if any. Okay, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ സ്റ്റുഡൻസ് പറയും സർ ഉണ്ട്. അതെങ്ങനെയാ സർ? ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം ഉണ്ടല്ലോ, 12%ഉം 8%ഉം. ഓക്കെ, അപ്പൊ ആർബിട്രേജ് ഗെയിൻ ഉണ്ട്. വരട്ടെ. ഇവിടെ 4% നമുക്ക് ഇൻട്രസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ എന്ത് നോക്കണം, ഒരെണ്ണം ഫോറിൻ കറൻസിയിലാണ് ഡീല് ചെയ്യുന്നത്. അപ്പൊ ഫോറിൻ കറൻസിയിൽ ഡീല് ചെയ്യുമ്പോൾ എന്തുകൂടി വ്യത്യാസം വരണം, ആ ഫോറിൻ കറൻസിയുടെ എമൗണ്ടിലും കൂടി വ്യത്യാസം നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സംഭവിക്കുക. ഇൻട്രസ്റ്റിൽ നമുക്ക് പ്രോഫിറ്റ് ഒക്കെ കിട്ടും, അത് കൺവേർട്ട് ചെയ്ത് ഫോറിൻ കറൻസിയിലൊക്കെ ആക്കി വരുമ്പോൾ ചിലപ്പോൾ ലോസ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൂടി നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് നോക്കണം? പാരിറ്റി നോക്കണം. എന്തിന്റെ പാരിറ്റി? ഇൻട്രസ്റ്റ് റേറ്റ് ആർബിട്രേജ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി നോക്കണം. അപ്പൊ ഞാൻ ആ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റിയുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ഫസ്റ്റ്. ആദ്യം അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ വൺ നോട്ട് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി. അപ്പോൾ ആദ്യം നോക്കേണ്ടത്, ഫസ്റ്റ് നോക്കേണ്ടത് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി ഉണ്ടോ ഇല്ലേ നോക്കണം. അപ്പം അത് നോക്കുകയാണ്. Does interest rate parity exist? Does interest rate parity exist? അപ്പോൾ ഫസ്റ്റ് വൺ, ആ ഫോർമുല നോക്കുക. ഫോർവേഡ് റേറ്റ് divided by spot rate, forward rate divided by spot rate equal to 1 plus home currency interest. For that period നോക്കേണ്ട home currency interest divided by 1 plus foreign currency interest. Foreign currency interest. But this is equal to എത്ര നമ്മുടെ ഫോർവേഡ് റേറ്റ്? ഫോർവേഡ് റേറ്റ് 64.9120 ആണ്. 64.9120 divided by spot rate. Spot rate 64.0123 equal to 1 plus home currency interest. ഇന്ത്യയാണ്. എത്ര നമ്മുടെ ഹോം കറൻസി ഇൻട്രസ്റ്റ്? ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് 12%, റുപ്പിയിലെ 12% പ്ലസ് 12%. അത് ആനുവലൈസ്ഡ് ആണ്, 6 monthsന്റെ ആണ്. ഇൻറ്റു 6/12, 12% ഇൻറ്റു 6/12. അല്ലെങ്കിൽ അതിപ്പോൾ തന്നെ ഞാൻ കൺവേർട്ട് ചെയ്യുന്നു. ഇൻറ്റു 6/12 ഡിവൈഡ് ബൈ 1 plus 8%, 0.08 into 6/12. So this is equal to 64.9120 divided by 64.0123 equal to 1.014 equal to 1.12
0.12 into 6 by 12 equal to 1 plus 0.06 and 1 plus 0.04. That is 1.014 equal to 1.06 divided by 1.04 equal to 1.019 എനിക്ക് കിട്ടുന്നത് 1.019. ഓക്കെ, അപ്പോൾ 1.014 ഈക്വൽ ടു 1.019 അല്ല. അപ്പോൾ എൽ എച്ച് എസ് ഇസ് നോട്ട് ഈക്വൽ ടു ആർ എച്ച് എസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ അല്ല. എൽ എച്ച് എസ് ഇസ് നോട്ട് ഈക്വൽ ടു ആർ എച്ച് എസ്. അപ്പോൾ എന്തില്ല? ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി ഇല്ല. ഇത് രണ്ടും സെയിം അല്ല. ഇത് രണ്ടും സെയിം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആർബിട്രേജ് ഗെയിൻ ഉണ്ട് എന്ന് പറയാം. Therefore, there is an arbitrage gain. സെയിം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആർബിട്രേജ് ഗെയിൻ ഉണ്ട് എന്ന് പറയാം. Therefore, arbitrage gain exists. Therefore, arbitrage gain exists. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആർബിട്രേജ് ഗെയിൻ ഉണ്ടോ നോക്കി. ഇനി എന്താ ചെയ്യേണ്ടത്? Discuss a sequence of activities for using 1000 units of currency and compute any gains. അപ്പൊ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള കറൻസി ഏതാ നോക്കണം. അവിടെ എന്ത് ചെയ്യുക? ബോറോ ചെയ്യുക. അവിടെ എന്ത് ചെയ്യുക? ബോറോ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റെപ്പ് ഒന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് മാത്രം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് നമ്പർ 1 borrow in US currency, borrow in US dollars because interest rate is lower. 1000 കറൻസിയാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബോറോ $1000. ബോറോ $1000. ഓക്കെ, അപ്പൊ ഡോളർ ബോറോ 1000 ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസമാണ്. Therefore, amount repayable ലോൺ ആണ്, 6 മാസത്തേക്കാണ്. amount repayable after 6 months. amount repayable after 6 months equal to ഡോളർ തന്നെയാണ് കാണിക്കുന്നത്. $1000 നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുക്കണം, പ്ലസ് എന്തുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കണം. $1000 അമേരിക്കയിൽ എത്രയായിരുന്നു ഇൻട്രസ്റ്റ്? 8% ആണ്. 8% ആനുവലൈസ്ഡ് ആണ് 6 മന്ത്സിന് ഇൻറ്റു 6/12. സോ ബേസിക്കലി എത്ര കൊടുക്കണം? $1000 പ്ലസ് അവിടെ 40 ആണ് വരിക. $1040 കൊടുക്കണം. 1000 ഇൻറ്റു 8%, 8 ആവും, ഇൻറ്റു 6/80 ആവും, ഇൻറ്റു 6/12 40. അപ്പൊ ബേസിക്കലി $1040. ഇനി എന്താ ചെയ്യുന്നത് നമ്മൾ? സ്റ്റെപ്പ് നമ്പർ 2, നമ്മളിപ്പോൾ അവിടെ ഒരു $1000 വാങ്ങിച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് $1000 in India. ഇൻവെസ്റ്റ് $1000 in India. അപ്പൊ ഇത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പൊ കൺവേർട്ട് $1000 കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പൊ $1000 കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് നോക്കണം? ഏത് റേറ്റ് എടുക്കണം? സ്പോട്ട് റേറ്റിൽ എടുക്കണം. കൺവേർട്ട് $1000 ഇപ്പോഴത്തെ റേറ്റ് യൂസിങ് സ്പോട്ട് റേറ്റ്. ഇപ്പൊ $1000 ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇപ്പൊ $1000 ഇൻറ്റു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒരു $, എന്ന് പറയുന്നത് എത്ര ഇന്ത്യൻ റുപ്പിയ? സ്പോട്ട് ആണ്, 64.0123 ഇന്ത്യൻ റുപ്പിയാണ്. സോ 64.103 0123 64.0123 ഇന്ത്യൻ റുപ്പി ഈക്വൽ ടു rupees 64,012. ഓക്കെ, 0.3. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്യും. എമൗണ്ട് റിസീവബിൾ ആഫ്റ്റർ 6 months. എമൗണ്ട് റിസീവബിൾ ആഫ്റ്റർ 6 months ഈക്വൽ ടു എത്ര റിസീവ് ചെയ്യും? നമ്മുടെ ഈ 64,012.3 കിട്ടും, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്.
പ്ലസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടും ഇൻറ്റു 12% ഇൻറ്റു 6/12 ആണ്, ആനുവലൈസ്ഡ് yield ആണ്. അപ്പോൾ 64,023 64,00123 ഓക്കെ 64,012.3 ഇൻറ്റു 12% ഇൻറ്റു 6/12 അതിൻ്റെ ഹാഫ് പ്ലസ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 67,853.038 കിട്ടും. റൗണ്ട് ഒക്കെ ചെയ്യാം, 0.04 ഒക്കെ ആക്കാം, 0.04. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പോ 6 മാസം കഴിഞ്ഞു. ഇപ്പൊ എന്ത് സംഭവിച്ചത്? നമ്മൾ അമേരിക്കയിൽ നിന്ന് ബോറോ ചെയ്തു, ആ മണി ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു, ആ മണി ഇന്ത്യൻ കറൻസി ആക്കി മാറ്റി, ആ ഇന്ത്യൻ കറൻസി കൺവേർട്ട് ചെയ്ത ഇന്ത്യൻ കറൻസി ഇൻവെസ്റ്റ് ചെയ്തു, 67,000 രൂപ കിട്ടി. ഇനി 6 മാസം കഴിഞ്ഞു. 6 മാസം കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇനി എവിടെ പോകണം? അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യണം. അവിടെ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് സെറ്റിൽ ചെയ്യണം. അപ്പോൾ അമേരിക്കയിൽ പോയിട്ട് നമ്മൾ സെറ്റിൽ ചെയ്യാണ്, അമേരിക്കൻ ലോൺ നമ്മൾ സെറ്റിൽ ചെയ്യാണ്. സ്റ്റെപ്പ് നമ്പർ 3 സെറ്റിൽ ചെയ്യണം. അപ്പോൾ സെറ്റിൽ ചെയ്യുമ്പോൾ ഏതിലാണ് നമ്മൾ സെറ്റിൽ ചെയ്യുക? US ഡോളറിലാണ് സെറ്റിൽ ചെയ്യുക. അപ്പൊ കൺവേർട്ട്, നമുക്ക് കിട്ടിയ ഇന്ത്യൻ റുപ്പി ഉണ്ടല്ലോ, ഇപ്പോ കൺവേർട്ട് ₹67,853.04 ആഫ്റ്റർ 6 months ആണ്, ആഫ്റ്റർ 6 months ടു US ഡോളർ. അപ്പോൾ അത് ഏത് റേറ്റിലാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിനാണ് 180 days ഫോർവേഡ് റേറ്റ് തരുന്നത്. ഒരു US ഡോളർ ഈക്വൽ ടു 64.912. അപ്പൊ നമ്മൾ US ഡോളറിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 1 USD ഈക്വൽ ടു ₹64.9120. അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാം? 67,853 ഇന്ത്യൻ റുപ്പി ഉണ്ട്, മൾട്ടിപ്ലൈഡ് ആണോ ഡിവൈഡ് ആണോ ചെയ്യേണ്ടത്? ഇവിടെയാണ് പലപ്പോഴും സ്റ്റുഡൻസ് കൺഫ്യൂഷൻ ചെയ്യാറ്. ഇതിൽ ഇന്ത്യൻ റുപ്പി എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം വരില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ കൺവേർട്ട് ചെയ്യുക? ഈക്വൽ ടു ₹67,853 ഡിവൈഡ് ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ? ഡിവൈഡ് ആയിരിക്കും. ₹64.9120 ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. അത് ഇനി വേറെ വല്ല കറൻസി ഒക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ആകുമ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. നമ്മുടെ കയ്യിൽ എത്രയുള്ളത്? ₹67,853.04. നമുക്ക് എന്താ വേണ്ടത്? ഡോളറാ വേണ്ടത്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? റുപ്പിയാണ് തന്നിരിക്കുന്നത്. ₹64 ആണ്. അപ്പോൾ ഇൻറ്റു ₹64.920 ആകുമ്പോൾ കിട്ടുന്നത് റുപ്പി ഇൻറ്റു റുപ്പിയാണ്, റുപ്പി സ്ക്വയർ ആണ് കിട്ടുക. അപ്പൊ അതല്ല ചെയ്യേണ്ടത്. പകരം എന്താ ചെയ്യേണ്ടത്? റുപ്പി സ്ക്വയറാണ് കിട്ടുക. അപ്പൊ അതല്ല ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂമറേറ്ററിൽ റുപ്പി ഉണ്ട്, അത് വെട്ടിപ്പോവും. ഡിനോമിനേറ്ററിൽ റുപ്പി ഉണ്ട്, അത് വെട്ടിപ്പോവും. അപ്പൊ വെട്ടിപ്പോകുന്ന രീതിയിൽ നോക്കിയാൽ മതി, ആൻസർ കിട്ടും. സോ ₹67. ഇനി ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ആർക്കും ഇത് മനസ്സിലാവും, കാരണം ഡോളർ ആയിരിക്കും കുറവ്. 67,853.04 divided by 64.9120 equal to 1,045,302 equal to ₹1,045,301 ആക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര അമേരിക്കൻ കറൻസി ഉണ്ട്? 1,045 അമേരിക്കൻ കറൻസി ഉണ്ട്. നമ്മൾ എത്ര പേ ചെയ്യേണ്ടത്? 1,040 ആണ് പേ ചെയ്യേണ്ടത്. Therefore, arbitrage gain equal to നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൺവേർട്ട് ചെയ്തപ്പോൾ 1,045.31 ഉണ്ട്, മൈനസ് 1,040 ആയിരുന്നു തോന്നുന്നു. യെസ്, 1,040 മൈനസ് 1,040. അപ്പോൾ എത്ര ഗെയിൻ ഉണ്ടാക്കി? 5.31ന്റെ ഗെയിൻ ഉണ്ടാക്കി. ഈക്വൽ ടു ₹5.31 ഗെയിൻ, സോറി റുപ്പീസ് അല്ല ഇത്, സോറി, ഈക്വൽ ടു ഡോളർ, ഇതെല്ലാം ഡോളർ ആണ്.
ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈക്വൽ ടു $5.31 ഗെയിൻ ഉണ്ടാക്കി. $1000 ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ $5 നമുക്ക് എന്ത് കിട്ടി? ഗെയിന് കിട്ടി. ഒരു 0.5ന്റെ 6 മാസം കൊണ്ട് ഒരു 0.5ന്റെ ഗെയിന് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ ആർബിട്രേജ് ഗെയിൻ $5.30 അല്ലെങ്കിൽ 31. വളരെ ഈസിയാണ്, ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. കുറെ ഫോർമുലാസ് ഒക്കെ ഉണ്ട്, ആ ഫോർമുലാസും സ്റ്റെപ്പുകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ, എന്താ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും നോക്കണ്ട, ലോജിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ആകെ പഠിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ആ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി ഫോർവേഡ് ഡിവൈഡ് ബൈ സ്പോട്ട് ഈക്വൽ ടു 1+ ഹോം ഡിവൈഡ് ബൈ 1+ ഫോറിൻ കറൻസി ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2. സ്പോട്ട് റേറ്റ് ഈക്വൽ ടു ₹48.0123 per dollar. 6 months forward rate equal to 48.810 per dollar. Interest rate in India equal to 12% per annum. അപ്പൊ ഞാൻ ഇത് ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ തന്നിരിക്കുന്നത് ഡയറക്റ്റ് കോട്ടാണോ ഇൻഡയറക്റ്റ് കോട്ടാണോ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ₹48.0123 പെർ ഡോളർ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു $1 ഈക്വൽ ടു 48.0123 എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏത് കോട്ടാ? ഡയറക്റ്റ് കോട്ടാണ്. ഏത് കോട്ടാ? ഡയറക്റ്റ് കോട്ടാണ്. ഇൻഡയറക്റ്റ് കോട്ട് അധികം 0-ലായിരിക്കും വരുന്നത്. 6 months ഫോർവേഡ് റേറ്റ് എപ്പോഴും പറയാൻ പറ്റില്ല. ഇന്ത്യൻ കറൻസിയിലോട്ട് വരുമ്പോൾ ഒട്ടുമിക്കതും 0-ലായിരിക്കും. ഇന്ത്യൻ കറൻസിക്ക് വാല്യൂ ബാക്കിയുള്ള കറൻസി വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഇല്ലാത്തത് കാരണം. 6 months forward rate 48.810 divided by dollar. Interest rate in India 12% per annum. Interest rate in US 8% per annum. Borrowing potential is limited to ₹40 lakh or ₹83,312. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെയല്ല, നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ബോറോയിങ്ങിന് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ 40 ലക്ഷം രൂപ വാങ്ങിക്കാം, അല്ലെങ്കിൽ $83,312 ബോറോ ചെയ്യാം. You are required to determine possibility of arbitrage gain and amount of arbitrage gain if any. അപ്പോൾ ആർബിട്രേജ് ഗെയിൻ ഉണ്ടോ ഇല്ലേ നോക്കണം എന്നുണ്ടെങ്കിൽ ഫോറിൻ കറൻസി പ്ലസ് എന്ത് വരുന്നു? ഡിഫറെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് വരികയാണെങ്കിൽ ആദ്യം എന്ത് നോക്കണം? ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി നോക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി നോക്കണം. അപ്പോൾ ആർബിട്രേജ് ഗെയിൻ ഉണ്ടോ? ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി എന്താ പറയുന്നത്? ഫോർവേഡ് ഡിവൈഡഡ് ബൈ സ്പോട്ട് equal to 1+ home divided by 1+ foreign interest rate. So equal to forward. എത്ര ഫോർവേഡ് റേറ്റ് തന്നിരിക്കുന്നത്? 6 months forward 48.810 ആണ് തന്നിരിക്കുന്നത്. So 48.810 divided by എത്ര സ്പോട്ട് തന്നിരിക്കുന്നത്? 48.0123 ആണ്. 48.0123 ഈക്വൽ ടു 1+ ഹോമിൽ എത്രയുണ്ട്? ഹോമിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഇന്ത്യ 12% ആണ്. എത്ര മന്താ പറഞ്ഞിരിക്കുന്നത്? മന്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മന്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇൻഡയറക്ട്ലി നമുക്ക് മന്ത് പറയാം. അതെങ്ങനെ മന്ത് പറയാൻ പറ്റുന്നത്? 6 months ഫോർവേഡ് റേറ്റ് ആണ്. അപ്പൊ 6 months ആണ് നമ്മുടെ ടൈം നോക്കേണ്ടത്. +12% ഇൻറ്റു 6/12 ഡിവൈഡഡ് ബൈ 1+ ഫോറിൻ കറൻസി US-ൽ 8 ആണ്. 1 + 8% ഇൻറ്റു 6/12. സോ 48.8190 divided by 48.0123 equal to 1.016 equal to 1.06 1.04, but this is equal to 1.016 equal to 1.06 divided by 1.04 equal to 1.019. 1.019. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈക്വൽ അല്ല. LHS is not equal to RHS. Left hand side is not equal to right hand side. അപ്പോൾ എന്ത് ചെയ്യാം?
ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Therefore, arbitrage opportunity exists. Therefore, arbitrage opportunity exists. നെക്സ്റ്റ്, അപ്പൊ ഇനി എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ സ്റ്റെപ്പുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ എവിടുന്നാണ് നമ്മൾ ലോൺ ബോറോ ചെയ്യേണ്ടത്? ഏറ്റവും ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് എവിടെയാണോ അവിടെയാണ്. എഗെയിൻ US ഡോളറിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറവ്. അപ്പോൾ എന്ത് ചെയ്യണം? ബോറോ ഇൻ US. ബോറോ ഫസ്റ്റ്, ബോറോ ഫ്രം US. ബോറോ ഫ്രം US. ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബോറോ ഇൻ USD. ബോറോ ഇൻ USD. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ലിമിറ്റ് ഉണ്ട്. എന്താ ലിമിറ്റ്? നമുക്ക് ഒന്നെങ്കിൽ 40 ലക്ഷം രൂപ അല്ലെങ്കിൽ 83,312 ബോറോ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ US ഡോളറിലാണ്. ബോറോ ഇൻ US ഡോളർ 83,312 ബോറോ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? എമൗണ്ട് റീപേയബിൾ ആഫ്റ്റർ 6 months. എമൗണ്ട് റീപേയബിൾ ആഫ്റ്റർ 6 months. Amount repayable after 6 months. Equal to 83,312 principal plus 83,312 into അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് 8% ആയിരുന്നു. അത് ഫുൾ ഇയർ ആണ്. ഇൻറ്റു 6/12 ഈക്വൽ ടു ബേസിക്കലി 83,312 ഇൻറ്റു നമുക്ക് പറയാം 1.04 ആണ്. ഈക്വൽ ടു $86,644.48. ഓക്കെ. ഇനി രണ്ടാമത്തെ എന്താ? നമ്മൾ ബോറോ ചെയ്ത 83,113 ഇൻവെസ്റ്റ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അവിടുന്ന് ബോറോ ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റ് ദി ബോറോഡ് $83,312 ഇൻ ഇന്ത്യ. അപ്പൊ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് $83,312 ടു INR. ഏത് റേറ്റിലാ? സ്പോട്ട് റേറ്റിൽ. കാരണം ഇപ്പോഴാണ് കൺവേർട്ട് ചെയ്യുന്നത്. യൂസിങ് സ്പോട്ട് റേറ്റ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ കൺവേർട്ട് ചെയ്യുന്നു. $83,312 നമുക്ക് ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ നോക്കുന്നു എത്രയാണ് ഇതിന്റെ വാല്യൂ എന്നുള്ളത്. എത്ര ഇതിന്റെ വാല്യൂ? $1 ഈക്വൽ ടു ₹48. അപ്പൊ $1 ഈക്വൽ ടു എന്നാണ്. അപ്പൊ ഞാൻ ഇതുവരെ കാണിക്കുന്നുണ്ട്. $1 ഈക്വൽ ടു റുപ്പീസ് എത്രയായിരുന്നു? 48.0123. 48.0123. 48.0123. ഇത് ബേസിക്കലി മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഡോളറും ഡോളർ വെട്ടിപ്പോയി റുപ്പീസ് കിട്ടും. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണെങ്കിലും റുപ്പീസ് ആയിരിക്കും കൂടുതൽ. കാരണം $83,312 വിൽ ബി ഈക്വൽ ടു ഇന്ത്യൻ റുപ്പിയിൽ പറയുമ്പോൾ കുറച്ചധികം വലിയൊരു സംഖ്യ കിട്ടുന്നുണ്ടാവും. 40 lakh ആണ്. ആൾമോസ്റ്റ് 40,73 ആണ്. അപ്പോൾ ഞാനത് റൗണ്ട് ചെയ്തിട്ട് 40 lakh ആക്കുന്നു. ഈക്വൽ ടു റുപ്പീസ് 40 lakh. അപ്പൊ ഇനി ഇത് എന്ത് ചെയ്യും? ഇത് ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ എമൗണ്ട് റിസീവബിൾ ആഫ്റ്റർ 6 months. 6 monthsലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും പ്ലസ് ഈ 6 മാസത്തിന്റെ ഇൻട്രസ്റ്റ്. നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? ഇന്ത്യയിൽ 12%. അത് ഫുൾ ഇയർ ആണ്. ഇൻറ്റു 6/12. സോ ദിസ് ഈസ് ഈക്വൽ ടു റുപ്പീസ് 42,40,000. ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ. ഇപ്പൊ നമ്മുടെ കയ്യിൽ 42,40,000 ഉണ്ട്. 6 മാസം കഴിഞ്ഞു. ഈ 42,40,000 കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് സെറ്റിൽ ചെയ്യും? ആ ലോണ്, അമേരിക്കയിലെ ലോണ് സെറ്റിൽ ചെയ്യും. അപ്പൊ അവര് എന്ത് ആക്സെപ്റ്റ് ചെയ്യില്ല? ഇന്ത്യൻ റുപ്പി ആക്സെപ്റ്റ് ചെയ്യില്ല. സോ ആഫ്റ്റർ 6 months എന്ത് ചെയ്യണം? കൺവേർട്ട്. സെറ്റിൽ ചെയ്യാൻ പോവാണ്. സെറ്റിൽ ദ ലയബിലിറ്റി, സെറ്റിൽ US ലയബിലിറ്റി, സെറ്റിൽ US ലോൺ. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഇത് കൺവേർട്ട് ചെയ്യണം. സോ ദിസ് ഇസ് ഈക്വൽ ടു
rupees 42,40,000 divided by, അപ്പോൾ കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതിൽ കൺവേർട്ട് ചെയ്യുക? ഫോർവേഡ് റേറ്റിൽ. കൺവേർട്ട് യൂസിങ് ഫോർവേഡ് റേറ്റ്. 42,40,000 എത്ര ഫോർവേഡ് റേറ്റ്? 48.810 ആണ്. ഡിവൈഡഡ് ബൈ 48.810 റുപ്പിയാണ് വരുന്നത്. വെട്ടിപ്പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോളർ ആയിരിക്കും. 48.819 ഈക്വൽ ടു 86,851.44 3 ഒക്കെ ആയിട്ട് കിട്ടും. ചെറിയ റൗണ്ടിങ് ഓഫ് ഡിഫറൻസ് ഉണ്ടാവും ചിലപ്പോൾ. ഫോർ 3. ഓക്കെ, നൗ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഇനി നോക്കണം, ഇനി ഗെയിൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നമ്മൾ എത്ര കൊടുത്തത്? 86,851 ആണ് നമ്മുടെ ഇൻഫ്ലോ എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ഇൻഫ്ലോ നമുക്കിപ്പോൾ കിട്ടിയത് 86,851 ആണ്. നമുക്ക് എത്ര കൊടുക്കാണ്ടായിരുന്നത്? 86,644 ആണ്. അപ്പൊ അവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു ഗെയിന് വന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു ഗെയിന് വന്നിട്ടുണ്ട്. സോ ഗെയിൻ ഈക്വൽ ടു ആർബിട്രേജ് ഗെയിൻ ഈക്വൽ ടു arbitrage gain equal to 86,851.43. അതാണ് നമുക്ക് ഇൻകം ആയിട്ട് കിട്ടിയത്. മൈനസ് 86,644.48 644.48 equal to ഡോളറിലാണ് തെറ്റിക്കരുത്, കറൻസി തെറ്റിക്കരുത് കേട്ടോ. ഡോളർ 206.95. ഓക്കെ, ചെയ്തു തീർന്നോ? അപ്പോൾ ചെയ്ത് തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരികയാണ്. ക്ലാസ് ഇപ്പം തന്നെ നിങ്ങൾ തന്നെ ചെയ്യണേ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഫോളോയിങ് ഇൻഫോർമേഷൻ ഇസ് ഗിവൺ. സ്പോട്ട് റേറ്റ് തന്നിട്ടുണ്ട്, 3 month ഫോർവേഡ് തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഇന്ത്യ തന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ US തന്നിട്ടുണ്ട്. ബോറോയിങ് പൊട്ടൻഷ്യൽ ഈസ് ലിമിറ്റഡ് ടു റുപ്പീസ്. വലിയൊരു എമൗണ്ട് ആണ്. ഇത് എത്രയാണ്? ക്രോറാണ് തോന്നുന്നു. lakh, 10 lakh, crore, 10 crore ആണ് borrowing potential. You are required to determine the possibility of arbitrage gain and amount of arbitrage gain if any. ഇതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി നോക്കുക, എന്നിട്ട് എവിടെ ബോറോ ചെയ്യണമെന്ന് നോക്കുക. അതൊന്ന് ചെയ്ത് നോക്കൂ. ഒരു 3-4 മിനിറ്റ് ഞാൻ തരാം. നിങ്ങൾ ഇത് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യണം. വളരെ റിപ്പീറ്റഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മൾ എടുക്കുന്ന എൻ്റെ ടോപ്പിക്കിൽ വൺ ഓഫ് ദ ഈസി ടോപ്പിക് ആണ്. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ചെയ്യൂ. ഒരു 3-4 മിനിറ്റ് തരാം. 7:55 ഞാൻ ആൻസർ ചെയ്യാം. 7:51 ആയി, 55 ഞാൻ ആൻസർ ചെയ്യാം. സോ നിങ്ങൾ തന്നെ ചെയ്തിട്ട് ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യൂ, എത്രയാണ് ഗെയിൻ എന്നുള്ളത്.
ഓക്കെ, സോ എത്ര നിങ്ങളുടെ ആൻസർ കിട്ടിയത്? ഗെയിൻ എത്രയാണ് നിങ്ങളുടെ ഗെയിൻ? ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ, നിങ്ങൾക്ക് കിട്ടിയ ഗെയിൻ. ഓക്കെ, ഇപ്പൊ ശരത്ത് ചോദിക്കുന്നുണ്ട് ലോസ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 3 തെറ്റിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഇതൊന്ന് ചെയ്യിപ്പിച്ചത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആർബിട്രേജ് ഗെയിൻ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ആർബിട്രേജ് ഗെയിൻ ഉണ്ടോ ഇല്ലേ നോക്കുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി യൂസ് ചെയ്യുന്നു. ഫോർവേഡ് ഡിവൈഡഡ് ബൈ സ്പോട്ട് ഈക്വൽ ടു 1 പ്ലസ് ഹോം കറൻസി പ്ലസ് 1 പ്ലസ് ഫോറിൻ കറൻസി. സോ ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 66.40 ആണ്. ഫോർവേഡ് റേറ്റ് 66.40 ആൻഡ് സ്പോട്ട് റേറ്റ് ഈക്വൽ ടു 65.80 ഈക്വൽ ടു 1 പ്ലസ് ഹോം കറൻസി 7% ആണ് ഹോമില്, 1 പ്ലസ് 7% ആണ് 0.07. മന്ത്സ് എത്രയാ? നമ്മുടെ കേസിൽ മന്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ഈ ഫോർവേഡ് റേറ്റിന്റെ നോക്കിയാൽ മതി. ഇൻറ്റു 3/12 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഫോറിൻ കറൻസി എന്ന് പറയുന്നത്, ഫോറിൻ റേറ്റ് എന്ന് പറയുന്നത് യു എസിൽ 11%, 0.11 ഇൻറ്റു 3/12 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 66.4 divided by 65.8, that is equal to 1.009 equal to 1.07, 0.07 into 3/12 plus 1 equal to 1.0175, 0.11 into 3/12 plus 1 equal to 1.0275. So 1.0175 divided by 1.0275 equal to 0.999. എത്രയോ? അപ്പോൾ 1.009 equal to 0.9902 not equal to ആണ്. So LHS left hand side is not equal to right hand side. അപ്പോൾ ഈക്വൽ അല്ല, ഈക്വൽ അല്ലെങ്കിൽ therefore arbitrage opportunity exists. Therefore arbitrage opportunity exists. അപ്പോൾ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് നമ്പർ 1, ഏറ്റവും ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള കൺട്രിയിൽ നിന്ന് ബോറോ ചെയ്യും. എവിടെയാണ് ഏറ്റവും ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്? നമ്മുടെ കൺട്രി ഇന്ത്യയിലാണ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. സോ എന്ത് ചെയ്യണം? ബോറോ ഇൻ റുപ്പി. ഇൻട്രസ്റ്റ് rate lower in India, therefore borrow in rupee. ഇന്ത്യയിൽ ബോറോ ഇൻ റുപ്പി. കൺവേർട്ട് ഒന്നും ചെയ്യേണ്ട, അവർ പറഞ്ഞിട്ടുണ്ട് റുപ്പിയിൽ. എത്ര ബോറോ ചെയ്യാൻ നമുക്ക്? ബോറോ ചെയ്യുന്നതിൽ പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് 10 crore ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 10 crore, ഇപ്പൊ ഞാനിത് 10 crore കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി പേർപ്പസിന് വേണ്ടിയിട്ട് 10 CR എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. അപ്പൊ 3 മാസത്തേക്ക് എന്ത് നോക്കണം? എമൗണ്ട് റീപേയബിൾ എത്രയാണ് നോക്കണം. അപ്പോ എമൗണ്ട് റീപേയബിൾ after 3 months. After 3 months equal to 10 crore ആണ് പ്ലസ് ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻറ്റു 7% ഇൻറ്റു 3/12 ആണ്. സോ ബേസിക്കലി 10 crore into 0.35 equal to
Okay. അപ്പോൾ 10 crore into 7% into 3/12 നിങ്ങൾക്ക് കിട്ടുന്നത് 17,50,000 ആണ്. അപ്പൊ 10 crore 17,50,000 17,50,000 INR. ഇന്ത്യൻ റുപ്പിയാണ്. അപ്പം അത് കിട്ടി. ഇനി നമ്മൾ എന്താ പറയാ, ഇന്ത്യയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ആവുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് 10 lakhs in US. Invest 10 lakhs in US. Sorry, 10 crore. Invest rupees 10 crore in US. In US. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, കൺവേർഷൻ ഏത് റേറ്റ് ഉപയോഗിച്ചിട്ടാ, സ്പോട്ട് റേറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഈ 10 crore US ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഏത് റേറ്റ് ഉപയോഗിക്കണം, സ്പോട്ട് റേറ്റ് ഡിവൈഡഡ് ബൈ സ്പോട്ട് റേറ്റ്. സ്പോട്ട് എത്രയാ, 65.80 rupees 65.80 equal to divided by 65.80 equal to 15 lakh equal to rupees 15,19,756.84. ഓക്കെ, ഓരോരുത്തരായിട്ട് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 15,19,756.84 അല്ലെങ്കിൽ റൗണ്ട് ചെയ്തേക്കു, 57 എന്നൊക്കെ റൗണ്ട് ചെയ്തേക്കു, പ്രശ്നമൊന്നുമില്ല. നെക്സ്റ്റ്, ഇതിപ്പോ കൺവേർട്ട് ചെയ്തു. ഇനി എന്ത് കിട്ടും, ഇത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ എമൗണ്ട് റിസീവബിൾ ഇവിടെ എമൗണ്ട് റീപേയബിൾ ആണ് ആഫ്റ്റർ 3 months. ഇവിടെ എമൗണ്ട് റിസീവബിൾ ആഫ്റ്റർ 3 months. യെസ്, വെരി ഗുഡ്. ജോസിന്റെ ആൻസർ കറക്റ്റ് ആയിട്ടുണ്ട്, പെർഫെക്റ്റ്. ഈക്വൽ ടു rupees 15,19,756.84 plus 15,19,756.84 into അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. യുഎസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് 11% ആണ്. 11% per annum ആണ് into 3/12. So into 11% into 3/12 equal to 41,793 something ആണ് കിട്ടുന്നത്. So equal to rupees 15,19,756.84 plus rupees അല്ല, ഡോളർ ആണ്, ഡോളർ plus $41,793.31. So this is equal to dollar but 15,19,756.84 plus 41,793.31 equal to $15,61,550.15 ആണ്. ഞാൻ ഇഗ്നോർ ചെയ്യുന്നു, വേണമെങ്കിൽ എഴുതാം. നമുക്ക് ബാക്കിയെല്ലാം 10 crore ഒക്കെ ആയതുകൊണ്ട് പോയിന്റ് എഴുതിയാലും ഇല്ലെങ്കിലും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ ചെറിയൊരു കാര്യം ചെയ്യാണ്ട്, എമൗണ്ട് റിസീവബിൾ ആണ്. നമ്മൾ ഇനി എമൗണ്ട് എന്ത് ചെയ്യണം, പേ ചെയ്യണം. അപ്പൊ ഈ നമ്മൾ എമൗണ്ട് ഏതിലാ പേ ചെയ്യുന്നേ, ഇന്ത്യൻ റുപ്പിയാണ്. ഇന്ത്യൻ റുപ്പിയിലാണ് ലോൺ എടുത്തത്. കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിൽ നമ്മൾ ലോൺ എടുത്തത് അമേരിക്കൻ ഡോളറിലാണ് ലോൺ എടുത്തിരുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇന്ത്യൻ റുപ്പിയിലാണ് നമ്മൾ ലോൺ എടുക്കുന്നത്.
എന്നിട്ട് എവിടെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു? അമേരിക്കയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? $15,550 ഉണ്ട്. നമുക്ക് ഏതിലാ പേ ചെയ്യേണ്ടത്? ഇന്ത്യൻ റുപ്പിയിലാണ് പേ ചെയ്യേണ്ടത്. ആഫ്റ്റർ 3 months, after 3 months, amount payable, amount repayable INR-ലാണ്. amount repayable is in INR. അപ്പൊ എന്ത് ചെയ്യണം? convert dollar into INR. ഏത് യൂസ് ചെയ്യണം? ഫോർവേഡ് റേറ്റ് യൂസ് ചെയ്യണം. യൂസിങ് ഫോർവേഡ് റേറ്റ്. അപ്പോൾ this is equal to $15,61,550.15 multiplied by 3 months in the forward rate എത്രയാ? 66.40 multiplied by rupees 66.40. ഇവിടെ ഒരു $1 ഉണ്ടാവും. $1 equal to, അപ്പോൾ ഡോളറും വെട്ടിപ്പോയി നമുക്ക് കിട്ടുന്നത് റുപ്പീസിലായിരിക്കും. multiplied by 66.40 equal to 10 crore 36 lakh 86,929.96 930. ഓക്കെ, അപ്പോ ഇപ്പൊ എന്താ ചെയ്തത്? ഇത് കൺവേർട്ട് ചെയ്തു. അപ്പൊ റീപേയബിൾ ഇൻ INR ഇപ്പൊ എത്ര കിട്ടിയത്? ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ കൺവേർട്ട് ചെയ്തു, എമൗണ്ട് പേയബിൾ ഇൻ INR ആണ്. അപ്പൊ നമ്മൾ ഇത് കൺവേർട്ട് ചെയ്തു. ഇത് നമ്മുടെ റിസീപ്റ്റ് ആണ്. നമുക്ക് എന്ത് കിട്ടിയതാ? 15,661 റിസീവ് ചെയ്തതാണ്. അപ്പൊ ഇത് ക്യാഷ് ഇൻഫ്ലോ ആണ്, ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോ. മുകളിലുള്ള ഐറ്റം എന്തായിരുന്നു? ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഇത് നമ്മൾ പേ ചെയ്യേണ്ട ഐറ്റം ആണ്. ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഇത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് റിസീവ് ചെയ്തു. ആ റിസീവ് ചെയ്ത് നമ്മൾ ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് ഇൻഫ്ലോ ആയിട്ട് വന്നത് 1036 ആണ്. അപ്പോൾ therefore arbitrage gain equal to ഒരു ഇക്വേഷൻ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ. സോ ഇൻഫ്ലോ വന്നത് റുപ്പീസിലാണ് 10,36,86,929.96 മൈനസ് ചെറിയ റൗണ്ടിങ്ങിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന റൗണ്ട് ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. 10,17,50,000 10,17,50,000. So equal to minus 10,17,50,000 equal to rupees 19,36,929.96. ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് 920 കിട്ടിയിട്ടുണ്ടാവും. റൗണ്ട് ചെയ്തതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ച് ചെറിയ റുപ്പീസിന്റെ ഡിഫറൻസ് മൈൻഡ് ചെയ്യില്ല. അപ്പൊ ആർബിട്രേജ് ഗെയിൻ കിട്ടി rupees 19,36,929. Okay. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നു. Question number 4. An Indian exporting firm ABC Limited is about to receive payment in pound sterling. It wants to cover itself against depreciation in sterling. The amount of receivable at the end of 3 months is £5 lakh. The spot rate is 56 per pound sterling. Expected time of receiving payment is 3 months.
interest rate for 3 months in India is 12% per annum and it is 5% per annum in UK. Compute the arbitrage gain എന്നെയാണ് വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ചെറുതായിട്ട് രണ്ട് രീതിയിൽ നിന്ന് മാറ്റി ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നു, പിന്നെ ടേബിള് മാറ്റിയിട്ട് കഥ പറഞ്ഞു തുടങ്ങി. അപ്പൊ എനിവേ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം. അപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ. എന്തുകൊണ്ടാ? ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ടുണ്ട് പറഞ്ഞു, കമ്പ്യൂട്ട് ആർബിട്രേജ് ഗെയിൻ ആണ് പറഞ്ഞത്. അപ്പൊ ബാക്കി എല്ലാ ക്വസ്റ്റ്യനിലും നമ്മളോട് എന്താ പറയുന്നത്? യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ പോസിബിലിറ്റി ഓഫ് ആർബിട്രേജ് ഗെയിൻ. യു ആർ റിക്വയർഡ് ടു ഡിറ്റർമൈൻ പോസിബിലിറ്റി ഓഫ് ആർബിട്രേജ് ഗെയിൻ. യു ആർ റിക്വയർഡ്, ഈവൻ ഡിസംബർ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ, ഡസ് എനി ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് എന്നാണ്. അപ്പൊ ഡിസംബറിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കരുത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കരുത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ചിലതെല്ലാം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ ആണ്, ചിലതെല്ലാം നമുക്ക് ഭാവിയിൽ വേണ്ട, ഭാവിയിൽ എന്ന് പറഞ്ഞ വർക്കിങ്ങിലല്ല നിങ്ങളുടെ എക്സാം പർപ്പസ് തന്നെ വേണ്ട കോൺസെപ്റ്റുകളാണ്, സിലബസിൽ ഉള്ളതാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണേ. ഓരോ ക്വസ്റ്റ്യനും ഡിഫറെന്റ് വെറൈറ്റീസ് ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 4 നമ്മൾ ആർബിട്രേജ് ഗെയിൻ കാൽക്കുലേറ്റ് പോലും ചെയ്യണ്ട, ഉണ്ടോ ഇല്ലേ നോക്കണ്ട. സോറി, ആർബിട്രേജ് ഗെയിൻ അല്ല, ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ നോക്കണ്ട. കമ്പ്യൂട്ട് ആർബിട്രേജ് ഗെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ സ്റ്റെപ്പ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആ ഫസ്റ്റ് ആർബിട്രേജ് ഗെയിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? എവിടെയാണ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്? എവിടെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്? 5% per annum ഇൻ UK ആണ്. അപ്പൊ എന്ത് ചെയ്യാ? UK-ല് ബോറോ ചെയ്യാ, പൗണ്ട് സ്റ്റെർലിംഗില് ബോറോ ചെയ്യാ. Question number 4. Question number 4. Interest rate, step number 1. Interest rate is lower in UK. Interest rate is lower in UK. Therefore, borrow in pound sterling. Borrow in pound. Okay, borrow ചെയ്തു. ബോറോ ഇൻ പൗണ്ട് ആണ്. അപ്പൊ നമുക്ക് എത്രയാണ് ബോറോ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് എന്താ പറയുന്നേ? An Indian exporting firm ABC Limited is about to receive payment in pound sterling. It wants to cover itself against depreciation in sterling. Amount of receivable at the end of the 3 month is pound 5 lakhs. അപ്പോൾ എത്രയാണ് ബോറോ ചെയ്യേണ്ടത് എന്ന് നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് എന്തറിയാം? 6 months കഴിഞ്ഞിട്ട് ബോറോ ചെയ്ത എമൗണ്ട് പേ ചെയ്യേണ്ടത് മിനിമം 5 lakh ആണ്. അപ്പൊ ആഫ്റ്റർ 3 months 5 lakh കിട്ടുന്ന തരത്തിൽ വേണം. സോ എമൗണ്ട് റീപേയബിൾ ആഫ്റ്റർ 6 months 5 lakh ആയിരിക്കണം. സോ എമൗണ്ട് റീപേയബിൾ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത ഇതാണ്, എമൗണ്ട് എത്രയാന്ന് പറയുന്നില്ല, പകരം എന്ത് പറയുന്നുണ്ട്? എമൗണ്ട്. ഞാൻ ഇതൊന്ന് കളറൊന്ന് മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഞാനത് എഴുതി വെക്കുന്നുണ്ട്, കാരണം പിന്നീട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും വേണം. അപ്പോൾ എമൗണ്ട് റിസീവബിൾ തന്നിട്ടുണ്ട്, പേയബിൾ അല്ല തന്നിരിക്കുന്നത്. എമൗണ്ട് റിസീവബിൾ is pound 5 lakh. ഇത് എപ്പോഴാ? ആഫ്റ്റർ 3 months ആണ്. ആഫ്റ്റർ 3 months. അപ്പോൾ എമൗണ്ട് ബോറോഡ് ആൻഡ് ഇൻട്രസ്റ്റ് 5 lakh ആയിരിക്കണം. Therefore, amount repayable എത്ര ആയിരിക്കണം? $5 lakh ആയിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എമൗണ്ട് റീപേയബിൾ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ എമൗണ്ട് റീപേയബിൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എമൗണ്ട് റീപേയബിൾ ഈക്വൽ ടു, ചെറിയൊരു വ്യത്യാസമുണ്ട്, നമുക്ക് സാധാരണ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് തരാറ്, ഇവിടെ അത് തന്നിട്ടില്ല, ഇൻടു നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ എമൗണ്ട് റീപേയബിൾ പൗണ്ട് 5 lakh ഈക്വൽ ടു, പ്രിൻസിപ്പൽ അറിയില്ല അപ്പൊ എക്സ് ആയിട്ട് എടുക്കുന്നു, മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%, 0.05 into 3/12.
ഇൻറ്റു 3/12 ഒരു കാര്യമുണ്ട് 3/12 എക്സ് ആണ്. അതെന്തുകൊണ്ടാ? പ്രിൻസിപ്പൽ പ്ലസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൽ പ്ലസ് എക്സ് ഇൻറ്റു 0.05 ഇൻറ്റു 3/12. പ്രിൻസിപ്പൽ ഇൻറ്റു 5% ഇൻറ്റു 3/12. സോ ഈക്വൽ ടു £5 lakh ഈക്വൽ ടു എക്സ് പ്ലസ് പ്രിൻസിപ്പൽ അവിടെ ഉണ്ട് ഇൻറ്റു 0.05 ഇൻറ്റു 3/12 ഈക്വൽ ടു 0.0125 എക്സ്. എക്സ് പ്രിൻസിപ്പൽ ആണ്. പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ മൾട്ടിപ്ലൈഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 543/12 ആണ്. 0.0125 എക്സ് ഈക്വൽ ടു 1 പ്ലസ് 0.0125 എക്സ്. അത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.0125 എക്സ് ആണ്. സോ എക്സ് ഈക്വൽ ടു 4,93,827. So therefore x equal to £5 lakh equal to ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡ് ആവും. That is equal to പൗണ്ടില് 493,827.16. ഓക്കെ. അപ്പോൾ എമൗണ്ട് പ്രിൻസിപ്പൾ കണ്ടുപിടിച്ചു. എമൗണ്ട് റീപേയബിൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ചോദിക്കും, സർ മനസ്സിലായി, പക്ഷെ നമ്മൾ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടത് ചെയ്യുന്നത്? നമുക്ക് ഈ 5 lakh അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ? അത് പറ്റില്ല. നമുക്ക് ഏതാ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ആകെ ഒരു പ്രശ്നം, എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. 3 മാസം കഴിഞ്ഞിട്ട് 5 ലക്ഷം രൂപ 5 ലക്ഷം പൗണ്ട് കൊടുക്കണം അല്ലെങ്കിൽ കിട്ടണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 3 മാസത്തെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് പോരാ. നമുക്ക് എന്ത് വേണം? നമുക്ക് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് കാണണം. അതിന് വേണ്ടിയിട്ടാണ് എത്രയാണ് ഇപ്പോ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ പേയബിൾ ആണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ. ഇൻവെസ്റ്റ് എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് പൗണ്ട് 493,827.16 in INR. അപ്പൊ ഇത് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് പൗണ്ട് ഏത് യൂസ് ചെയ്യണം? യൂസിങ് സ്പോട്ട് റേറ്റ്. ഈക്വൽ ടു pound 493,827.16 divided by എത്രയാണ് നമ്മുടെ സ്പോട്ട് റേറ്റ്? ക്വസ്റ്റ്യൻ നമ്പർ 4. സ്പോട്ട് റേറ്റ് is 56 divided by 56 ആണോ? അല്ല, multiplied by 56 equal to multiplied by 56 equal to rupees 27,65,000. 27 lakh ഒന്നുമല്ല, കുറച്ച് വലിയ എമൗണ്ട് ആണ്. ഈക്വൽ ടു 2,76,54,320.98. ഓക്കെ, ഇനി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എമൗണ്ട് റിസീവബിൾ ഇന്ത്യൻ റുപ്പിയാണ്. എമൗണ്ട് റിസീവബിൾ ആഫ്റ്റർ 6 months. 6 ആണോ 3 ആണോ? 3 months. Amount receivable after 3 months equal to rupees 2,76,54,320.98 plus interest 2,76,54,320.98 into ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 12% per annum ആണ്. into 3/12.
equal to rupees 2,76,54,320.98 plus into 12% into 3 by 12 equal to 8,29,629.63 plus 276,54,320.98 equal to 2,84,083,950.61. റൗണ്ടിങ് ഓഫ് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പ്രശ്നമില്ല, റുപ്പീസിലാണ്. അപ്പൊ നമ്മൾ എവിടെ ബോറോ ചെയ്തത്? സ്റ്റെർലിംഗിലാണ് ബോറോ ചെയ്തത്. അപ്പൊ സ്റ്റെർലിംഗിലാണ്, പൗണ്ടിലാണ് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ കിട്ടിയ ഇൻകം എന്തിലോട്ട് മാറ്റണം? പൗണ്ടിലോട്ട് മാറ്റണം. സോ കൺവേർട്ട് into pound. Convert into pound equal to rupees 2,84,83,950.61. Convert in pound in 3 മാസം കഴിഞ്ഞിട്ടാണ് forward rate. But divided by 66.40. 66.4, sorry, question mark. Divided by forward rate തന്നിട്ടില്ലേ ക്വസ്റ്റ്യനിൽ? ജസ്റ്റ് ഒരു മിനിറ്റ്. ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തണേ. ഫോർവേഡ് റേറ്റ് ഈക്വൽ ടു 56.96. ഇപ്പൊ ഡിവൈഡഡ് ബൈ 56.96. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. 56.96. So divided by 56.96 equal to pound 5,069.35. വളരെ ചെറിയൊരു ആർബിട്രേജ് ഉണ്ട്. ഇത് ക്യാഷ് നമുക്ക് ഇൻഫ്ലോ ആണ്. Therefore arbitrage gain equal to pound cash inflow minus outflow. നമ്മൾ എത്ര ഔട്ട്ഫ്ലോ കൊടുക്കാനുള്ളേ? 5 lakhs ആണ്. ഈക്വൽ ടു pound 69.20. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഞാനിവിടെ 56.96 എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേ. ഇനി ഈ 56.96 നമുക്ക് ശരിക്കും കണ്ടുപിടിക്കാം. ചില ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ്, കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഞാനത് കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലേ നോക്കുകയാണ്. യെസ്, കണ്ടുപിടിക്കാം. നമ്മളോട് വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആർബിട്രേജ് ഗെയിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആർബിട്രേജ് ഗെയിന് എക്സിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറൻസ് വേണം. ഇപ്പൊ നമ്മൾ സാധാരണ നോക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. എന്താ രീതി? ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി. ഫോർവേഡ് ഡിവൈഡഡ് ബൈ സ്പോട്ട് ഈക്വൽ ടു 1 plus home currency by 1 plus foreign currency. Home and foreign. ഇത് വെച്ചിട്ട് നമുക്ക് ഫോർവേഡ് കണ്ടുപിടിക്കാം. സോ ഫോർവേഡ് നമുക്ക് അറിയില്ല, സ്പോട്ട് അറിയാം 56. 1 പ്ലസ് ഹോമില് 11% ആയിരുന്നു. സോ ഹോമില് 11% അല്ലെ, ഹോമില് 12% ആയിരുന്നു. പ്ലസ് 12% into 3 by 12 divided by 1 plus foreign 5% into 3 by 12. So F by 56 equal to 1.03 divided by 5 into 3 by 0.12 into 3 by 12, 0.03, 0.05 into 3 by 12 plus 1 equal to 1.0125. അപ്പോ F equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ into 56 divided by 1.0125. So 1.03 into 56 divided by 1.0125 equal to
നമുക്ക് അവിടെ കിട്ടിയ അതേ ഇത് ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. 56.96. ചില ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി പ്രകാരം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫോർവേഡ് റേറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാം. 56.95 അല്ലെങ്കിൽ 96 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചില ക്വസ്റ്റ്യൻസിൽ ആർബിട്രേജ് ഗെയിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി നോക്കേണ്ട ആവശ്യമില്ല. ഫോർവേഡ് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഇക്വേഷന്റെ ആവശ്യമില്ല. പക്ഷെ ഒട്ടുമിക്ക അങ്ങനത്തെ ക്വസ്റ്റ്യനിലും ഫോർവേഡ് റേറ്റ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? ഫോർവേഡ് റേറ്റ് കണ്ടുപിടിക്കാൻ. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി പറയുന്നത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിൽ ഫോർവേഡ് റേറ്റിന്റെ ഫോർമുല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്രയാണ് നമ്മൾ ബോറോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. പകരം എന്തേ പറഞ്ഞിട്ടേ ഉള്ളൂ, ഒരു 5 ലക്ഷം 3 മാസം കഴിഞ്ഞിട്ട് കിട്ടും എന്നാ പറയുന്നത്. അപ്പോൾ 5 മാസം ആഫ്റ്റർ 3 months ആണ്. അപ്പോൾ ആഫ്റ്റർ 3 months കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര ഇപ്പൊ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പോൾ അത് സാധാരണ രീതിയിൽ 5 lakh ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് പ്രിൻസിപ്പൽ ഇൻറ്റു ഇൻട്രസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. അപ്പോൾ ആ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമ്മൾ ഇപ്പോൾ ബോറോ ചെയ്യേണ്ടത്. ലോവർ US പൗണ്ട് ആയതുകൊണ്ട് പൗണ്ടിൽ നമ്മൾ ബോറോ ചെയ്യും. ആ ബോറോ ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് 4 lakh സംതിങ് അത് നമ്മൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിൽ ഗെയിൻ ഉണ്ടാക്കും. അപ്പോൾ ഇന്ത്യയിൽ ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. ഇനി നമുക്കിത് ഫോറിൻ കറൻസിലല്ലേ പേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. പിന്നെ ക്യാഷ് ഔട്ട്ഫ്ലോ ഓൾറെഡി അവിടെ ഉണ്ട്, അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ രണ്ട് കോൺസെപ്റ്റ് ആണ് പഠിച്ചത്. ഒന്ന് പ്രിൻസിപ്പിൾ തരാത്ത കേസിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളതും, രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഫോർവേഡ് റേറ്റോ ഇനി അതല്ല സ്പോട്ട് റേറ്റോ മിസ്സിംഗ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഫോർവേഡ് റേറ്റ് മിസ്സിംഗ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റിന്ന് കണ്ടുപിടിക്കാം. അതല്ല സ്പോട്ട് റേറ്റ് മിസ്സിംഗ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റിന്ന് കണ്ടുപിടിക്കാം. ഇത് മാത്രമല്ല, ചില ക്വസ്റ്റ്യൻസിൽ ഹോം ഇൻട്രസ്റ്റ് റേറ്റ് മിസ്സിംഗ് ആയിരിക്കും, ചില ക്വസ്റ്റ്യൻസിൽ ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ് മിസ്സിംഗ് ആയിരിക്കും, ബാക്കിയുള്ളത് തന്നിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം ഈ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറിയിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്ത വിവരങ്ങൾ ബാലൻസ് ഉള്ളത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ആ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറിയിൽ നിന്ന് കിട്ടും. അപ്പൊ അത് ഓർത്ത് വെക്കണം. ഫോർവേഡ്, സ്പോട്ട്, ഹോം കറൻസി ഇൻട്രസ്റ്റ്, ഫോറിൻ കറൻസി ഇൻട്രസ്റ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി യൂസ് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇന്ന് വൈകിട്ട് നമുക്ക് ക്ലാസ് ഉണ്ട്, ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഇന്ന് വൈകിട്ട് 7 o'clock കാണാം. താങ്ക് യു എവ്രി വൺ. ഹാവ് എ നൈസ് ഡേ.